പത്തനംതിട്ടയിൽ ഉണ്ടായ പോലീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആന്റണി എം പി പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. എം പി, ഇവിടെ വളരെ ക്രൂരമായിട്ട് ഒരു കുടുംബത്തെ അകാരണമായിട്ട്, കാരണമുണ്ടെങ്കിൽ പോലും അങ്ങനെ നടുറോട്ടിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ലാത്തികൊണ്ട് അടിക്കാമോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ പോലും യാതൊരു കാരണവുമില്ലാതെ ഈ കുടുംബത്തെ അടിച്ച് അവശരാക്കി അവരെല്ലാവരും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇത്ര കാലതാമസം വേണോ നടപടിക്ക്? അല്ല, വളരെ ക്രൂരമായ ഒരു സംഭവമാണ് പത്തനംതിട്ട നടന്നത്. ഈ കുടുംബം എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ പെട്ട മുണ്ടക്കയത്തും പാറത്തോടുമുള്ള കുടുംബമാണ്. ഒരു ലൈബ്രറിയന്റെ ഫാമിലിയാണ്. അവര് ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ട് KSRTC സ്റ്റേഷനിൽ വണ്ടി നിർത്തിയത് ആ വാഹനത്തിൽ വന്ന ഒരാളെ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടിയാണ്. വാഹനത്തിൽ നിന്ന് ആ ഗതാഗതത്തെ ബസ്സിൽ കയറ്റാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവരും കൂടെ യാത്ര അയക്കാൻ വേണ്ടി. അപ്പോഴാണ് പോലീസ് വന്ന് നേരെ ഈ സ്ത്രീയെ, ഭർത്താവിനെയും കൂടെയുള്ളവരെയൊക്കെ അകാരണമായിട്ട് അടിക്കുന്നത്. അടികൊണ്ട് നിലത്ത് വീണ ഈ സ്ത്രീയെ ചവിട്ടി എന്നാണ് അവരെന്നോട് ഫോണിൽ സംസാരിച്ച് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു അക്രമം കാണുകയാണ് പോലീസ് ലാത്തി വീശി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാ സ്ത്രീകളെ അടിച്ചു വീഴ്ത്തുന്നു, നെഞ്ചത്തെ ഓട്ടുന്നു? അത് മാത്രമല്ല, അവിടെ പത്തനംതിട്ടയിലെ ഈ മയക്കുമരുന്ന് മാഫിയയെ കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. എന്ന് രാത്രി അവിടെ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം അവിടെ 1 മണിക്കൂർ നേരം ടൗണിൽ കിടന്ന് ഒരു മദ്യപാനി കഞ്ചാവ് അടിച്ച ഒരാൾ ബഹളം ഉണ്ടാക്കി. നാട്ടുകാർ മുഴുവൻ പോലീസിനെ വിളിച്ചു. 1.5 മണിക്കൂറായിട്ട് പോലീസ് വന്നില്ല. അവസാനം അടൂർ DYSP അതിലെ അങ്ങാണ്ട് പോയ സമയത്ത് പുള്ളി ഇത് കണ്ടോണ്ട് വണ്ടി നിർത്തി അദ്ദേഹത്തിന്റെ വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയത്. ഇങ്ങനെ നടക്കുന്ന സ്ഥലത്താണ് ഒരു കുടുംബത്തെ ഇതുപോലെ ക്രൂരമായി വേട്ടയാടിയത്. ഇതൊരു മനസാക്ഷിയില്ലാത്ത കാര്യമാണ്. നടപടി ആ ഉദ്യോഗസ്ഥനെതിരെ വേണം. കർക്കശമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. ഓക്കെ, ഇതിലിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് പറഞ്ഞല്ലോ. ഇതിലിപ്പം കൃത്യമായിട്ടുള്ള മൊഴിയുണ്ട്, ഇവരുടെ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്, അപ്പം അങ്ങനെയുള്ള തെളിവുകളെല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചത്, ഇങ്ങനെയൊരു ആള് മാറി തല്ലി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ തല്ലുന്നത് സ്ത്രീകളുണ്ട്. KSRTC വന്ന് കൂടെയുള്ള ഒരാളെ ഇറക്കാൻ നിർത്തിയ ഒരു കല്യാണ പാർട്ടിയിലെ ആളുകളെ, ഒരു സ്ത്രീയെയും കുടുംബത്തെയും ക്രൂരമായി ആക്രമിച്ചിട്ട് ഇവരാരെ അന്വേഷിച്ചാ വന്നത്? ആരെ ആള് മാറി തെളിയുന്ന മദ്യപ സംഘം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് വരുന്നത്. ഇപ്പൊ എന്തു ആകാമെന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് യാതൊരു വിലയും എന്തുവാകാം. കാരണം ഭരണത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് ഏത് അഴിഞ്ഞാട്ടവും നടത്താമെന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. പാവപ്പെട്ടവരോട് ആർക്കാ ഇവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള, ആരാ ചോദിക്കാനുള്ളത്? പക്ഷെ ഞങ്ങൾ ജനങ്ങളുണ്ട്, ചോദിച്ചിരിക്കും. ശരി, നന്ദി ശ്രീ ആന്റണി MP പ്രതികരിച്ചതിന്.